ഇത് കണ്ടോ, ഇരുമ്പമ്പുളി ഉണ്ടായി കിടക്കുന്ന കണ്ടോ. അപ്പോൾ നല്ല ചെറിയ പരുവത്തിലുള്ള ഇരുമ്പമ്പുളിയാണ്. ഈ ഇരുമ്പമ്പുളി എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത്ര വലിയ പ്രയാസമൊന്നും ഉള്ളതല്ല, പക്ഷേ ഇത് നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. കാന്താരി മുളകും ഇരുമ്പമ്പുളിയും എല്ലാം കൂടെ ഒരു പിക്കിൾ പോലെ ഉണ്ടാക്കിയിട്ട്, പിക്കിളെന്നല്ല ഉപ്പിലിട്ടത് ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടമാവും. ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് തൊടുകറിയായിട്ട് ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ ചെറിയ പുളിയാണ് ഉപ്പിലിടാനായിട്ട് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം അതിനെ നമുക്ക് കറി വെക്കാൻ മീനൊക്കെ ഇട്ടിട്ട് അയിലയിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് പുറമേ കാണിച്ചു തരാം. ഇപ്പോൾ ഇരുമ്പമ്പുളി പിക്കിളിടുന്നത് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കണ്ടു നോക്കി. ഞാനിപ്പോൾ മരത്തിലുണ്ടായി ഇരുമ്പമ്പുളി കാണിച്ചല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്നുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ്. നല്ല കാന്താരി മുളക്, അതിനങ്ങനെ കണക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ കൂടെ. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം നല്ല ചെറിയ കണ്ടോ, നല്ല ചെറിയ ഇരുമ്പമ്പുളി വേണം ഉപ്പിലിടാനായിട്ട് നല്ലത്. പിന്നെ കാന്താരി മുളക്, വെളുത്തുള്ളി, പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ചെയ്യുന്ന അനുസരിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഉപ്പിലിടാനായിട്ട് ഒരു പാൻ എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതായത് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം. പിന്നെ വേണ്ടത് ചൊറുക്ക, വിനീഗറും കുറച്ച് ഒഴിക്കുക. പിന്നെ ആ പുളി മുങ്ങിക്കിടക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിക്കാം. ആ സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്യാം. വെള്ളവും ഉപ്പും ചൊറുക്കയും ഒക്കെ ഇട്ട് തിളച്ചു. ഇനി ചെയ്യേണ്ടത് ഈ ഇരുമ്പമ്പുളിയും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇട്ടിട്ട് അങ്ങ് മൂടി വെക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പങ്ങ് ഓഫ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ്. പക്ഷേ ഇത് കഴിക്കാനുള്ള ടേസ്റ്റോ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ഏറ്റവും ബെസ്റ്റ് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ്. ഇതൊന്ന് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് കുപ്പിയിലാക്കി ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ ഇത് കഞ്ഞിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ എനിക്ക് നല്ല കാന്താരി മുളകിൻ്റെ എരിവ് എൻ്റെ വായിൽ വരുന്നുണ്ട്. ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. ഇപ്പം നമ്മുടെ ഇരുമ്പമ്പുളി ഉപ്പിലിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിൽ ഇത് സെർവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കഞ്ഞിയുടെ കൂടെ ഇത് നല്ല രുചിയാണ്. ഇത് മാത്രം മതി, ഒരു പാത്രം കഞ്ഞി കുടിക്കുന്ന അറിയത്തില്ല. ഓക്കെ, അപ്പോൾ പറ്റുന്നവർ, ഇപ്പോൾ പുളി സീസണാണ്, പറ്റുന്നവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.